ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ലോഗ്സ്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കിച്ചണിലേക്കുള്ള കുറച്ച് നല്ല ടിപ്സ് ആയിട്ടാണ്. കിച്ചണിൽ നമുക്ക് സ്പേസ് ഇല്ല എന്നൊക്കെയുള്ള പരാതിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല സൊല്യൂഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ വെറുതെ കളയുന്നതായി ഒരു പാത്രം ഉണ്ടല്ലോ, നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പാത്രമാണ് നമ്മൾ വെറുതെ കളയാറാണ് പറ്റുന്നത്. ഇനി അത് കളയാൻ വരട്ടെ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമ്മുടെ കിച്ചണിൽ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തോടൊപ്പം ഞാൻ ഡബിൾ സൈഡിൻ്റെ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ചാക അത്രയും പൈസ ഉള്ളൊരു 10 രൂപയൊക്കെ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ്. അത് വെച്ചിട്ട് ഞാനിത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയുടെ പുറകിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ വെച്ചിട്ട് സ്ഥലമില്ല എന്നൊക്കെ ഉള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മളിതൊന്ന് വാളിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഇളകി വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കും. അപ്പം നമുക്കിനി കിച്ചണിൽ നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പെട്ടെന്ന് നമ്മൾ മിസ്സായി പോകുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഈസ്റ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം മാത്രമേ വെച്ചിട്ട് കാണിക്കുന്നുള്ളൂ. നമ്മളെ അടുത്ത് ഇതുപോലെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും. പെട്ടെന്ന് ഇളകി വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട, നല്ല രീതിയിൽ തന്നെ നിൽക്കും. അതുപോലെ നമ്മളിനി ബെഡ്റൂമിലാണ് ഇങ്ങനെ വെക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കുട്ടികളുടെ മരുന്നൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇതാണ്. കുട്ടികൾ പെട്ടെന്ന് എടുക്കുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. നമുക്ക് എല്ലാ തരത്തിലുള്ള മരുന്നും ക്രീമും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ കുറേ പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാളിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ സ്പേസ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകൾ എടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയാണ് ഇത്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ ഫുഡ് പാർസൽ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിതൊക്കെ കളയാറാണ് പതിവ്. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അപ്പം നമ്മളിത് കളയാറാണ് പതിവ്. അപ്പോൾ ഇനി അതൊക്കെ കളയാൻ വരട്ടെ. അതൊക്കെ നമുക്ക് വീട്ടിൽ ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ കുറച്ച് സ്പേസസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 2 പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു വയറിൻ്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള വയറിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ വയറിൻ്റെ കഷ്ണം 4 പീസസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരേ അളവിലുള്ള 4 പീസസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 4 പീസസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മളിതിൻ്റെ 4 ഭാഗത്തായിട്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് രണ്ടും ഒരുമിച്ചിട്ടിട്ടാണുള്ളത്. കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 4 സൈഡിലായിട്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ നമുക്ക് ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഹോൾ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ 4 ഭാഗത്തായിട്ടാണ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 4 ഭാഗത്തായിട്ടും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ സെൻട്രലായിട്ടും 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കത്തി നല്ല രീതിയിൽ ചൂടായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ 4 ഭാഗത്തും അതുപോലെ സെൻറ്ററിലും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വയർ എടുത്തിട്ട് ഈ ഒരു എസ് മോഡലാക്കിയിട്ട് നമുക്ക് മാറ്റാം. 4 കഷ്ണവും ഞാൻ ഇതുപോലെ എസ് മോഡലാക്കിയിട്ട് എടുക്കുന്നുണ്ട്.
നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ വെറുതെ കളയുന്ന പാത്രങ്ങളില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ നമുക്ക് കിച്ചണിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ ഞാൻ ഈ 4 വയറിൻ്റെ കഷ്ണങ്ങളും ഈ എസ് മോഡലിലാക്കിയിട്ടുള്ളത് ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു മോഡലിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ല രീതിയിൽ അവിടെ ടൈറ്റായിട്ട് നിന്നോളും, ഇളകി വരികയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 4 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ആ 4 ഭാഗത്തോട്ടുമായിട്ട് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ഇത്രയും നാളുള്ള സപ്പോർട്ട് തന്നെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. എന്തത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഞങ്ങളത് എടുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ ഞാൻ 4 ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു കൊളുത്ത് ഇട്ട് കൊടുത്ത ആ ഒരു മോഡലിലാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സെൻറ്ററിലും 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കഷ്ണം തുണി കഷ്ണം ഉണ്ടല്ലോ, നമ്മുടെ തുണിയുടെ ഏതെങ്കിലും ഒരു തുണിയുടെ കഷ്ണം എടുത്തിട്ട്, അല്ലെങ്കിൽ നാടയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം, കയറ് അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ തുണിയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളിതാ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുക. ഇനി നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കുന്ന തട്ടൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെയൊക്കെ സൈഡിലായിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഞാനിവിടെ ഞങ്ങളുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്തിൻ്റെ തട്ടിൻ്റെ അടുത്തായിട്ടാണ് സാധാരണയായിട്ട്, അവിടെ സെൻട്രലായിട്ടാണ് ഞാനിതിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ആങ്കറിലോട്ട്, ഇത് ഒരു ആങ്കർ മോഡലാണുള്ളത്, ഈ ഒരു സംഭവത്തിലോട്ട് നമുക്ക് നമ്മുടെ സ്പൂണ്, കോരി അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ മിക്സാവുന്ന സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതാവുന്ന സാധനങ്ങൾ മുഴുവൻ നമുക്കിത് ഈ ഒരു സാധനത്തിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കിച്ചണിൽ തട്ടിലൊക്കെ സ്പേസസ് ഇല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയായിട്ട് നമ്മൾ വാർഡ്രോബിലൊക്കെ ഇങ്ങനെ വാരി വലിച്ചെടുക്കുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ 4 ഭാഗത്തായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും മെനക്കണം. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു 5 മിനിറ്റ് സമയം നമ്മൾ വെറുതെ മുറ്റത്തൊക്കെ കളയുന്ന പാത്രത്തോണ്ട് നമുക്കിതായിട്ട് ഇപ്പം നമുക്ക് എത്ര ഹോൾസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമുക്ക് ചുറ്റുമായിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എത്ര പാത്രങ്ങൾ, കോരി, സ്പൂണ് കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കമൻസൊക്കെ എന്നിട്ട് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയും വേണം. നിങ്ങൾ ചെയ്തിട്ട് ഇതുപോലെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ഒന്നും ആവില്ല. ഞാനിത് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഒരുപാട് സ്പൂണും കോരിയും അങ്ങനെ നമ്മൾ എന്തൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും എത്ര വേണമെങ്കിലും ഇതിലോട്ട് വെച്ച് കൊടുക്കാനും പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അടുത്ത് എത്ര വയറിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിലും നമ്മൾ ഓരോ ഹോളിട്ടിട്ട് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ നമ്മളിതെടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കിച്ചണിൽ സ്പേസ് ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ടിപ്പാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതായത് വീണ് പോകും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് പാത്രമൊക്കെ എടുക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. ഇതാ നമുക്ക് ഇതുപോലെ നമ്മുടെ എത്ര ഇത് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് മുമ്പ് നല്ല കുറേ ടിപ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കാണാൻ ഇത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.